بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب. മൂന്നാമത്തെ ആയത്താണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ومن شر غاسق, രാത്രിയുടെ ഗാസിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഇദാ വഖബ, ആ രാത്രി ഇരുട്ടായാൽ ആ രാത്രിയുടെ എല്ലാവിധ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. രാത്രിയും പകലും തുലനം ചെയ്ത് നോക്കിയാൽ ഏറ്റവും അധികം ഷർറ് കൂടുതലായി നടക്കുന്നത് രാത്രിയാണ്. എല്ലാം എങ്ങനെ നോക്കിയാൽ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നോക്കിയാൽ കൂടുതലായി ക്രിമിനലുകൾ തെറ്റുകളൊക്കെയും നടക്കാൻ സാധ്യത കൂടുതൽ രാത്രിയാണ്. അതുപോലെ വിഷജന്തുക്കളുടെ ഷർറുകൾ, പാമ്പ്, തേൾ ഇതുപോലെയുള്ള വിഷമുള്ള സാധനങ്ങൾ, അതൊക്കെയും അതിന്റെ ഷർറുകൾ കൂടുതൽ, അതിന്റെ കടിയേറ്റ് പരിക്ക് സംഭവിക്കുന്നതും ഒക്കെയും കൂടുതലായി രാത്രിയിലാണ്. അതുപോലെ എങ്ങനെ നോക്കിയാലും ശൈത്വാനീയത്തിന്റെ ബുദ്ധിമുട്ട് നോക്കിയാലും ശൈത്വാനിന്റെ ഇടങ്ങേറുകൾ കൂടുതലായി അത് മനുഷ്യനെ ഏൽക്കേണ്ടി വരുന്നതും രാത്രിയിലാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും പകലിനേക്കാൾ കൂടുതലായി ഷർറുകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത്. രാത്രിയിൽ അതും രാത്രി ഇരുട്ടായാലെന്നാണ് പറയുന്നത്. രാത്രിയുടെ ആദ്യഭാഗം എന്ന് പറയുന്നത് രാത്രി കഠിനമായ വളരെ ശക്തമായ ഇരുട്ടുകൾ കൂടുന്ന ആ സമയത്താണ് ഏറ്റവും അധികം ഷർറുകളും ബുദ്ധിമുട്ടുകളൊക്കെയും ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രിയുടെ ഷർറിൽ നിന്നിട്ട് അല്ലാഹുവിനോട് കാവലിനെ തേടുകയും എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. നമുക്കറിയാം ഇന്ന് കൂടുതലായി രാത്രിയിൽ പുറത്തിറങ്ങുന്ന പല ജീവികളും, കുറുക്കൻ, അല്ലെ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ കോഴികൾ പോറ്റുന്ന ഒരു കാലായിരുന്നു. വീടിന്റെ ഒരു ബർക്കത്താണ്. രാവിലെ അത്താഴത്തിന്റെ സമയത്ത് എണീച്ചിട്ട് നമ്മുടെ ആ കോഴികൾ ഇങ്ങനെ കൂക്കുന്നുണ്ട്. അത് വീടിന്റെ ഒരു ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോട് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞത് എന്താ? അതിനാവിനെത്തി കോഴിയേക്കാൾ അടപ്പതിച്ചവൻ നീ ആകരുത്. കാരണം എന്താ? കോഴി എന്ന് പറഞ്ഞാൽ അത്തായ സമയത്ത് എണിച്ചിട്ട് പോകുന്ന ഒരു ജീവിയാണ്. അത് തസ്ബീഹാണ്. ഇവിടെ വീടിന്റെ തന്നെ വലിയ ബർക്കത്താണ്. അപ്പൊ പണ്ട് കാലത്തൊക്കെയും വീടുകൾ കോഴി പോറ്റിയാൽ അത് മരത്തിലും ആടയിടലിങ്ങനെ താമസിക്കുന്ന ഒരവസ്ഥയായി. രാത്രി കുറുക്കൻ വന്നിട്ട് നമ്മുടെ കോഴി പിടിച്ചുകൊണ്ട് രാത്രി ഉണ്ടായ കോഴി പകലുണ്ടാവില്ല. എന്ന് കാരണം കുറുക്കന്റെ സമയം രാത്രി വന്നിട്ട് അതിന്റെ പണികൾ നടത്തിട്ട് പോകും. ഒന്ന് കുറുക്കനാണ്. പിന്നെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു വിഭാഗം, അതായത് രാത്രി ഇറങ്ങുന്ന ഒരു ജീവി. ആരാ? അത് നമ്മുടെ മാപ്പിളമാരുടെ മക്കളാണ്. നമ്മുടെ മാപ്പിളമാരുടെ, അതായത് മുസ്ലിം ഉമ്മത്തിന്റെ മക്കളാണ്. ഒരു ഹൈന്ദവനാണെങ്കിലും ഒരു നസ്രാനിയാണെങ്കിലും രാത്രി 9 മണിയായാലും പിന്നെ ബസാരിൽ കാണുള്ളൂ. അപ്പൊ എത്ര കണ്ടുപിടിച്ചവനാണെങ്കിലും അവന് 9 മണിക്ക് മുമ്പ് ഒരു പരിപാടി എടുത്തിട്ട് ഓന്റെ പോയിട്ട് ഓന്റെ ഭാര്യയുടെ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കും, അതിന്റെ പലക്കാരെ ബുദ്ധിമുട്ടാക്കും, ഓന്റെ എന്തെങ്കിലും കിരാത് പറഞ്ഞുകൊണ്ടുണ്ടാവും. പക്ഷേ രാത്രി ആയാലും പിന്നെ ബസാരിൽ കാണുള്ളൂ. പിന്നെ ബസാരിൽ മൊത്തം കാണുന്ന ആരാണ്? നമ്മുടെ മാപ്പിളമാരുടെ മക്കളാണ്. രാത്രി ചുറ്റലും പകല് വർക്കും. ഇന്നങ്ങനെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഉമ്മത്തിന്റെ യുവാക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? രാത്രി മുഴുവനും എന്തെല്ലാം അനാചാരങ്ങൾ, എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം കളികൾ, എന്തെല്ലാം പിരാന്തകൾ. രാത്രി മുഴുവൻ സുബഹി വാക്ക് കൊടുക്കുന്നത് വരെ ഉണ്ടാവും. നായകളെ പോലെ. നായന്റെ സ്വഭാവമാണ്. നായക്ക് വർക്കത്തില്ലാത്ത എന്തുകൊണ്ടാ? നായയുടെ ജീവിതം അങ്ങനെയാണ്. രാത്രി മുഴുവൻ ഇങ്ങനെ കരവും കണ്ടു കിട്ടും, തിന്നാൻ പിടിക്കാൻ. അത്താഴത്തിന് സമയമാകുമ്പോ നല്ലൊരു വർക്കം. പിന്നെ സുബഹി ആയാലും അറിയില്ല. അതാണ് നായന്റെ സ്വഭാവം. അതുകൊണ്ടാണ് നായക്ക് വർക്കത്തില്ലാത്തത്. ആടിന്റെ വർക്കത്താണ്. എന്തുകൊണ്ട്? ആട് പെട്ടെന്ന് രാത്രി പെട്ടെന്ന് ഓർമ്മ. എന്നിട്ടോ അത്താഴത്തിന് സമയം പറഞ്ഞപ്പോ ആടിന്റെ ആളുകൾക്കറിയാം. ഇപ്പൊ പള്ളിക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൂട് നോക്കിയാൽ മതി. അതൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ചവിട്ടിക്കൊണ്ടുണ്ടാവും. അതിന്റെ വയറ്റിൽ രാത്രി പ്രൊഡക്ട് ചെയ്ത സാധനം പുറത്തിറക്കിയിട്ട് അതിങ്ങനെ ചവിട്ടിക്കൊണ്ടുണ്ടാവും. അത്താഴത്തിന് സമയം സുബഹിന്റെ വാങ്ങിന്റെ സമയമാകുമ്പോ ആടുകളൊക്കെയും അത് എണിച്ചിട്ടുണ്ടാവും. നായോ അത് നല്ല ശക്തമായ വർക്ക്. അതുപോലെ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ രാത്രി മുഴുവനും ചുറ്റലും തിന്നലും കരിക്കലും നിരാന്തും എല്ലാ തെറ്റുകളും. പണ്ടത്തെ പോലെ തന്നെ വിജയിക്ക് ഇന്നവരെയാണ് പറഞ്ഞു. പണ്ടത്തെ ഗൾഫിന്റെ സ്റ്റോറി പറഞ്ഞു. അറബി മക്കൾ എന്തെങ്കിലും വണ്ടിക്ക് വാടക പിടിക്കുമ്പോ വാടക ഞാൻ തരാം, പക്ഷെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നല്ല പെണ്ണുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാലും എനിക്ക് വാടക ഉണ്ടാവും. അങ്ങനെയായിരുന്നു അന്നത്തെ അവസ്ഥ. ഇതവരല്ല. നമുക്ക് തന്നെ വിശാഖിന് പോയാലും രാത്രി ഇങ്ങനെ പോകുമ്പോ കുമ്പള റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ടാവും ഒരാൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചമഞ്ഞിട്ട് നിന്നിട്ടുണ്ട്. രാത്രി വിശാഖിന് പോകുമ്പോ എപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ്. എന്ത് അവർക്കുള്ള ആ ഒരു മനുഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കാനും വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ഒഴുകി നിൽക്കാൻ. എന്നിട്ട് രാത്രിയാകുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ വന്നിട്ട് ഓരോരുത്തരും കൊണ്ടുപോകും. ഇവിടെ വ്യഭിചരിക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. അതൊക്കെ ആരാണ് ഇന്നത്തെ കാലം?
എല്ലാ രൂപത്തിലും തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നിരിക്കാം. അതിനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത് രാത്രിയാണ്. ഏത് തെറ്റാണെങ്കിലും, അതുകൂടിയാണെങ്കിലും, വ്യഭിചാരാണെങ്കിലും, പിന്നെ കക്കലാണെങ്കിലും, കൊലപാതകമാണെങ്കിലും എല്ലാത്തിനും അവസരം ഒരുക്കി തരുന്നത് രാത്രിയാണ്. അതുകൊണ്ട് അഭിമായ തങ്ങളോട് അന്ന് പറഞ്ഞു, രാത്രിയോ ഇരുട്ടായാൽ ഉണ്ടാകുന്ന വിപത്തിൽ നിന്ന്, ഷർറിൽ നിന്നിട്ട് നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. ഞാൻ ഒരു ഭാഗത്ത് നോക്കിയാൽ രാത്രി ഒരുപാട് ഹൈറാണ്. രാത്രി എന്ന് പറഞ്ഞാൽ വലിയ ഹൈറാണ്. ആർക്ക്? സ്വാധീനങ്ങളായ ആളുകളാണെങ്കിൽ താജ്ജുദിന്റെ സമയം രാത്രിയാണ്, ലൈലത്തുൽ ഖദർ രാത്രിയാണ്, എല്ലാ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നത് രാത്രിയാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയണം. നമുക്കിപ്പോ ഇപ്പൊ തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഭയങ്കര ഹാപ്പി തുടങ്ങി. റമദാനാണ് വരുന്നത്. റമദാൻ മാഷാ അല്ലാഹ് അല്ലെ, രാത്രി തഹജ്ജുദ് നിസ്കാരം, പിന്നെ രാത്രിയാകുമ്പോ അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ അല്ലെ, മാഷാ അല്ലാഹ്. ഇതിനടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ കാസർഗോഡ് ഒരു ഭാഗത്ത് ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ നമ്മളെ പരിചയപ്പെടുമല്ലോ, ഉസ്താദ് എവിടെയാണ്? ആ മുഖരം, മാഷാ അല്ലാഹ് മുഖരാൻ. പണ്ട് പോലെ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞ പണ്ട് പല കൊല്ലങ്ങളായി ഉസ്താദെ രാത്രി റമദാനിന്റെ അവസാനത്തിന്റെ 10ന്റെ ഇടയ്ക്കിടെ ദിവസങ്ങളിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ മുഖരാന് വയ്യ പറഞ്ഞു. എന്നിട്ട് ഈ പള്ളിയുള്ള ഒരുപാട് വാർത്തകൾ പറഞ്ഞു. നമ്മുടെ പരിസരങ്ങളിൽ എവിടെയും ഇല്ലാത്ത ഒരു സമയത്ത് രാത്രി നിസ്കരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ഒരു പള്ളിയാണ് മൊഹീദ്ദീൻ പള്ളി. അതാ വർക്കത്ത് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാടിന് പടച്ചവർക്ക് നിലനിർത്തുവാനാകട്ടെ. ഭയങ്കര സന്തോഷമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് രാത്രി, റമദാനിന്റെ രാത്രി, അതുപോലെ തഹജ്ജുദിന്റെ ദിവസങ്ങൾ, തഹജ്ജുദിന്റെ രാത്രികൾ, സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ അനുഗ്രഹമാണ്. എല്ലാമല്ല, കൂടുതലായി രാത്രിയും പകലും തുരണം ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായി തെറ്റുകൾക്ക് അവസരം ഒരുക്കി തരുന്നത് രാത്രിയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നമുക്ക് റമദാൻ വരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റമദാനിലുള്ള ഒരുക്കം എല്ലാം കൊണ്ടും മാഷാ അല്ലാഹ് നമ്മുടെ ഇവിടത്തെ കമ്മിറ്റിക്കാണ്. എല്ലാ കൊല്ലങ്ങളാണ് റമദാൻ വരുമ്പോ അല്ലെ, കല്യാണ ദിവസങ്ങൾ വരുമ്പോ നമ്മുടെ വീടുകൾ അലങ്കരിക്കുന്നുണ്ട്, വീടുകൾ ഉഷാറാക്കുന്നുണ്ട്, ഭംഗിയാക്കുന്നുണ്ട്. എന്റെ കാരണം അത് പുറക്കാനൊക്കെ ഒരു സന്തോഷം. എന്നാലും നമ്മുടെ മൊത്തം മാന്യനുള്ള എല്ലാവർക്കും ഉള്ള ഒരു പോലെയാണ് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ ബൈത്തുള്ള അല്ലാഹുവിന്റെ വീട്. നമ്മുടെ ഓരോരുത്തരുടെയും മസ്ജിദാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് മുഴുവനും റമദാൻ വരുമ്പോ എല്ലാ കൊല്ലവും നമ്മുടെ പള്ളി അലങ്കരിക്കൽ, പള്ളി ഉഷാറാക്കൽ, പള്ളിയിലേക്ക് ആളുകൂട്ടൽ, നിസ്കാരങ്ങൾ, ഇബാദത്തുകളുടെ അതിന്റെ സംഖ്യകൾ വർദ്ധിപ്പിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഇവിടെ തക്കീർച്ച വിളിച്ചു പറഞ്ഞ് ഇക്കൊല്ലവും റമദാനിൽ പുതിയ പ്രൊജക്ടുകൾ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന്റെ ഭാഗമായി പലതും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. സാറെ ദ്വാരക്കണം, നാട്ടുകാർ മുഴുവൻ എല്ലാ രൂപത്തിലും ഇതുവരെ നമ്മോട് കൈകോർത്തതുപോലെ, നമ്മോട് നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇക്കൊല്ലവും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പള്ളിയാണ്, തീർച്ചയായും പടച്ചറപ്പിന്റെ പള്ളിയുടെ കാര്യം അതിനെ ഉഷാറാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. അതിന്റെ കൊല്ലം എത്ര ആളുകളാണ്, അതിന്റെ മുമ്പത്തെ കൊല്ലം എത്ര ആളുകളാണ്, മാഷാ അല്ലാഹ് ലക്ഷങ്ങൾ പോലും ഉമ്മമാർ പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടി നൽകി. ആഖിറത്തിനുള്ള വരുമാനം, ആഖിറത്തിന് കൂടെ എത്ര ചെലവാക്കിയത് മുഴുവനും പോയി. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തത്, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തത്, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തതൊക്കെയും ആഖിറത്തിന്റെ ബാക്കിയാവുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി ഈ പള്ളിക്ക് ഭയങ്കര എല്ലാം കൊണ്ടും വാക്കത്താക്കപ്പെട്ട പള്ളിയാണ്. പക്ഷേ ഈ പള്ളിക്ക് ഒരു ചെറിയ കുറവുണ്ട്. ഈ പള്ളി എല്ലാ പള്ളി നോക്കിയാൽ പള്ളി ചെറുതായിരിക്കും, പക്ഷെ ആ പള്ളിക്കുള്ള വരുമാന മാർഗം വലുതായിരിക്കും. ചെറിയ പള്ളിയായിരിക്കും, അതിന്റെ വരുമാന മാർഗം വലുതായിരിക്കും. നമ്മുടെ പള്ളി വലുതാണ്, പക്ഷെ വരുമാന മാർഗങ്ങളില്ല, വളരെ കുറവില്ല. നമുക്കാണ് മദ്രസന്റെ വലിയ മദ്രസയാണ്, വേറെ പോയ മദ്രസ, പഴക്കമുള്ള മദ്രസയാണ്, പക്ഷെ അതിനുള്ള വരുമാനങ്ങളും കുറവാണ്. അൽഹംദുലില്ലാഹ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ പള്ളിയുടെ ഇതിന്റെ ഒരു സ്ഥാപനമായിട്ട് അവിടെ ഒഴിഞ്ഞു നടക്കുന്ന ഒരു കോട്ടസ് അതിനൊന്ന് നല്ല ഉഷാറാക്കി എടുത്ത് അതിനെ വാടകയ്ക്ക് വേണ്ടി കൊടുത്ത് പള്ളിക്കുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി. അതുപോലെ നമ്മുടെ പള്ളിയുടെ മുറ്റത്തിലേക്ക് ഒരു സീറ്റുകളും, അതുപോലെ ഇന്റർലോക്ക്, നമ്മുടെ റോഡും പരിസരങ്ങളൊക്കെയും പുതിയതായപ്പോ നമ്മുടെ പള്ളിയുടെ മുറ്റങ്ങളൊക്കെയും അത് ഒന്ന് വിപുലമാക്കണം. ഇതിന് ഒരുപാട് ചെലവുകൾ നമ്മുടെ കണക്കൂട്ടൽ പോലെ കമ്മിറ്റി കൂട്ടൽ പോലെ ഒരു 10 ലക്ഷമാണ്. 10 ലക്ഷം ഒന്നും മതിയാവില്ല, അതിനേക്കാൾ കൂടുതൽ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി പടച്ചറപ്പ് ഇങ്ങനെ തുറന്നു തരാൻ തീരുമാനിച്ചാൽ അത് നമ്മുടെ കയ്യിലൂടെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ ബറക്കത്താണ്. അള്ളാഹു എല്ലാം വിജയത്തിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പ്രാവശ്യത്തെ റമദാൻ അതൊക്കെ കഴിഞ്ഞ കൊല്ലം അൽഹംദുലില്ലാഹ് സോളാർ പദ്ധതി അല്ലെ, ഇന്ന് എത്ര ആളുകൾ ഖുർആൻ ഓതുന്നു, എത്ര ആളുകൾ ഈ ഫാനിന്റെ അടിയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന ആളുകൾ AC ഇട്ട് നിസ്കരിച്ച ആള് നിസ്കാരം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇതിനു വേണ്ടി കൊടുത്ത ആളുകൾ മുഴുവനും ഭാഗ്യവന്മാരാണ്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി കൊടുത്തവർ, ആ കബറാളികൾ അവരിൽ ഓരോ സെക്കൻഡുകൾ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഈ വെളിച്ചം ഇത് നൽകിയ ആളുകൾക്ക്
നാളെ സിറാത്തിലൂടെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിന് അള്ളാഹു ഒരു വെളിച്ചമാക്കി കൊടുക്കട്ടെ. കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പുള്ള കൊല്ലങ്ങളിലൊക്കെയും ഈ പള്ളിക്ക് വേണ്ടി എന്തൊക്കെ രൂപത്തിൽ സഹായിച്ചവർ സഹകരിച്ചവരുണ്ടോ പടച്ചവനെ അവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലോ. അവരുടെ മഹാനുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലോ. അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലോ. അല്ലാ ഇക്കൊല്ലവും ഈ റമദാൻ വരുമ്പോ പല പദ്ധതികളും നിന്റെ മേലിൽ തവക്കുൽ ചെയ്ത് ബിസ്മില്ലാഹ് പറഞ്ഞിട്ട് അത് തീരുമാനിച്ചതാണെങ്കിൽ പടച്ചവനെ അതിൽ നിന്റെ പ്രത്യേകമായ സഹായം നൽകണേ അല്ലോ. പടച്ചവനെ നിന്റെ മദത് നൽകണേ അല്ലോ. എല്ലാ രൂപത്തിലും വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഇസ്സത്തിനായി വാദത്തിനായി മഹല്ലുകാരുടെ സഹായം കൊണ്ട് പടച്ചവനെ മുഅ്മിനീങ്ങളുടെ മദത് കൊണ്ട് നീ പൂർത്തിയാക്കി തരണേ അല്ലോ. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഓരോ കൊല്ലങ്ങൾ ഇവിടെ തീരുമാനിക്കുന്ന അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അവർക്ക് നീ ഹിമ്മത്ത് നൽകണേ അല്ലോ, ഇസ്സത്ത് നൽകണേ അല്ലോ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലോ. പഠിച്ചവനെ സ്വന്തം വീടിന് വേണ്ടിയിട്ടല്ല, സ്വന്തം ജീവിതത്തിന്റെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇരുന്നതും തീരുമാനിച്ചതും സംസാരിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ പഠിച്ചവനെ ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നീ വിജയിപ്പിക്കണേ ഉണ്ട്. അതിന്റെ നാട്ടുകാരുടെ മഹല്ലുകാരുടെ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങൾ ഇതുവരെ ഉണ്ടാക്കി തന്നതുപോലെ ഇനിയും നീ നടപ്പിലാക്കി തരണേ അല്ലോ. പടച്ചവനെ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എത്ര മോമിനിയങ്ങൾ ഈ പള്ളിയെ സ്നേഹിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. ചോദിച്ചപ്പോൾ പടച്ചവനെ അവരുടെ വരുമാന ഭാഗത്തിന്റെ വലിയ ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി എടുത്തു തന്നവരാണ് ഇതുവരെ. അല്ലോ അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലോ. അവരുടെ ജോലിയിൽ മനുഷ്യത്തിൽ അവരുടെ കച്ചവടങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഒക്കെയും നീ വലിയ വിജയം നൽകണേ ഉണ്ട്. അള്ളാഹുവെ ആരെയും നീ ഹായിമാക്കല്ലേ അള്ളാ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾക്ക് നീ മഗഫിറത്തും മർഹമത്തും നൽകി അവരുടെ ബർസഖിയായ ലോകം നീ റാഹത്തിലാക്കല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على